ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, വെൽക്കം ടു അൽഷസ. അന്നത്തെ 1 ബില്യൺ സബ്മിറ്റ് ഞാൻ ഒരു ഒറ്റ ദിവസം പോയത്. അതിനുശേഷം ഞാൻ പോയില്ല. എനിക്ക് ഒന്നാമത്തെ കാര്യം അവിടെ പോകണമെങ്കിൽ അത്യാവശ്യം കുറച്ച് 2-3 പേരായിട്ടൊക്കെ പോകണമാണ് ഫണ്ണ്. അതുകൊണ്ട് ഞാൻ പോയില്ല. ഞാൻ ഇപ്പോൾ ഉള്ളത് അബുദാബിയിലെ മാരിയറ്റ് കോർട്ട്യാർഡിലാണ്. നമ്മളുടെ ഷൗമിയുടെ 2 ഫോൺ, റെഡ്മി സീരീസിൻ്റെ 2 ഫോൺ എൻ്റെ കയ്യിലുണ്ട്. ഇത് റെഡ്മി 15 നോട്ട് 15 പ്രോയും മറ്റേതവിടെ ഇത് നോട്ട് 15 പ്രോ പ്ലസും. പ്രോ പ്ലസ് അടിപൊളി കേട്ടോ, കൂടുതൽ നല്ല ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. സോ അത് കാണാനും അതിനെപ്പറ്റി ടെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ടാണ് ഞാനിപ്പോൾ അബുദാബിയിലുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും നമ്മൾ നാളെ അബുദാബി കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. അതായത് ഗ്രാൻഡ് മോസ്കും ലൂർവും അതിനുശേഷം നമ്മൾ അലൈൻ സൂ അതിൻ്റെ അടുത്ത ദിവസം പോകും. സോ അടുത്ത 2 ദിവസം വ്ളോഗ് ഈ പരിപാടികളായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ഇതാണ് എൻ്റെ റൂം. ഒരു അത്യാവശ്യം നല്ലൊരു റൂമാണ് ഗൈസ്. നല്ലൊരു കർട്ടനും ബഹളമൊക്കെ ഉണ്ട്. നല്ലൊരു ബെഡാ, നല്ലൊരു മറ്റേത് പിന്നെ പെയിൻറ്റിങ്, പിന്നെ ഇവിടെ ചായയും കാപ്പിയൊക്കെ ഉണ്ടാക്കാനുള്ളൊരു സ്ഥലം. എന്തൊരു സാധനം ഇത്, മറ്റേ ബോട്ടിൽ പൊട്ടിക്കാനുള്ള എന്തോ ഐറ്റമാണ് കേട്ടോ. പിന്നെ നമുക്കൊരു നല്ല വേർത്തിയുള്ള ജില്ലങ്കടി കക്കുസ, നല്ലൊരു കക്കുസും തരുന്നുണ്ട്. സോ ഒരു സിമ്പിൾ റൂം, സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ളൊരു റൂമാണ് വരുന്നത് മാരിയറ്റിൻ്റെ. സോ അബുദാബി മാരിയറ്റിൽ പോകാമെന്നുള്ളവർക്ക് യു ക്യാൻ കം ഹിയർ. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഒരു ചായ കുടിക്കാൻ താഴെ ഞാൻ ഇവിടെ ഒരു കട ഉണ്ട്, ഞാൻ ഒന്ന് പോയി ചായ കുടിച്ചിട്ട് വരാം. ഹലോ ഗൈസ്, അങ്ങനെ അബുദാബിയിലെ തെരുവുകളിൽ കൂടെ നടന്ന സമയത്ത് ഞാൻ ഒരു കാര്യം നോട്ടീസ് ചെയ്തോട്ടെ. ഇവിടുത്തെ ബിൽഡിങ്ങിനൊക്കെ ഒരു പ്രത്യേക തരം ഡിസൈനാണ്. ഞാൻ നിൽക്കുന്ന ഏരിയയിലെ പ്രശ്നമാണെന്ന് എനിക്കോടെ ഒരുമാതിരി അറ്റമില്ലേ, ഞാൻ കാണിച്ചു തരാം, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതായത് രമണ, അതും അവിടെ കണ്ട ഈ ഒരു ഇതുണ്ട്, അറ്റത്ത് ഇങ്ങനെയും പിന്നെ ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ പോയിട്ട് മുകളിലോട്ട് പോകും. എല്ലാ ബിൽഡിങ്ങും അങ്ങനെയാണ് കണ്ട, എല്ലാ ബിൽഡിങ്ങും കണ്ട. ഇവിടെ ഒരുമാതിരി സ്ക്വയർ, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അങ്ങ്, അതൊരു വെറൈറ്റി ആയിട്ടുള്ള സാധനമായിട്ട് എനിക്ക്. ഞാൻ ഇത് ദുബായ് പോലും കണ്ടിട്ടില്ല. എല്ലാ ബിൽഡിങ്ങും അങ്ങനെയാണ് ഇരിക്കുന്നത് കണ്ടാ. അത് കൊള്ളാം കേട്ടോ. അത് അബുദാബി ഇങ്ങനെ അങ്ങ് നീണ്ടു നിവർന്ന് കിടക്കുകയാണ് ഗൈസ്, എന്തിനോ വേണ്ടി. ഇതേതാടാ അത്ര ഹൈറ്റുള്ളൊരു ബിൽഡിങ്, അതിപ്പോഴാണ് കേട്ടോ കാണുന്നത്. ഞാൻ റെഡിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മളെ ആൾക്കാർ അക്കോ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഇരിപ്പുണ്ട്. സാധാ അറബിക് ഫുഡ്, വേറെ ഒന്നുമില്ല. ഇവിടെയാണ് നമ്മൾ ഫുഡ് ചെയ്യുന്നത്. അക്കോ റെസ്റ്റോറൻറ്റ്, ലെബനീസ് പാലസ്റ്റീൻ ഫുഡ്. അപ്പോൾ എന്തായാലും ഷവർമ അടിക്കാം. ഹലോ പ്രതീക് ബൈ, വാട്ട് യു ഹാവിങ്? Very good food. വാട്ട് ഡിഡ് യു ഹാഡ്? ഷവർമ? Plate shawarma, no? Plate shawarma. Sandeep knows his food, so yeah. You are in safe hands. Yeah. അപ്പോൾ ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ ഗൈസ്. താങ്ക് യു. ഇതാണ് മെക്സിക്കൻ സോസ്, ഇത് ഷവർമ. കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ നല്ല പലസ്തീനിയൻ ഷവർമയാണ് കഴിക്കാൻ പോകുന്നത്. അടിപൊളിയാണോ? കൊള്ളാം കുറച്ച് അല്ല. This is the chicken shawarma. Chicken shawarma. അങ്ങനെ നമ്മൾ എവിടെയായിരുന്നു കടയുടെ പേര് ഞാൻ പറഞ്ഞ അക്കോ എന്ന് പറഞ്ഞ കടയിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഗായ്സ്. കൊള്ളാം, നല്ല കട, നല്ല ഫുഡ്, നല്ല ഷവർമ, നല്ല ചിക്കൻ, കൊള്ളാം, ഡീസൻറ്റ് കട, ഭയങ്കരമൊന്നുമല്ല, കൊള്ളാം. ഇവിടെയാണെങ്കിൽ നിങ്ങൾ അബുദാബിയിൽ വരികയാണെങ്കിൽ ഇതെവിടെയാണെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. എവിടെയാണെന്ന് വെച്ചാൽ എനിക്കൊരു അന്തരാണെങ്കിലും നമ്മൾ നേരെ ഇനി ഹോട്ടലിൽ പോയിട്ട് കിടന്ന് ഉറങ്ങാൻ പോവുകയാണ്. നാളെ രാവിലെ എണീക്കണം. നാളെ രാവിലെ എണീച്ച് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് 8 മണിക്ക് ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് ആരെയും ഫോട്ടോ എടുക്കും. അതിനുശേഷം നമ്മൾ മ്യൂസിയങ്ങൾ, മോസ്ക് തുടങ്ങിയ സാധനങ്ങൾ കാണിച്ചു തരാം കേട്ടോ. നിർമ്മൽ ബ്രോ, വെൽക്കം ടു മൈ ബ്ലോഗ്. Hello. എൻ്റെ നാട്ടുകാർക്കൊക്കെ അറിയാം, ടെക്കിൻ്റെ
ആദ്യമായി എല്ലാ ടെക്കും ചെയ്ത ആളാണ് നമ്മുടെ കൂടെ ഉള്ളത്. അബുദാബി എങ്ങനെയുണ്ട്? അടിപൊളി. ഫസ്റ്റ് ടൈം? അല്ലല്ല, ഞാൻ നാലഞ്ച് തവണ വന്നിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഞാൻ ഇവിടെ വന്നായിരുന്നു. എന്റെ സിസ്റ്റർ ഇവിടെ ഉണ്ട്, അപ്പൊ അങ്ങനെ വന്നായിരുന്നു. അന്ന് ഫാമിലി ആയിട്ട് വന്ന് ഒഫീഷ്യൽ വർക്ക്. എന്ന് തിരിച്ചു വന്നു? ഞാൻ ഫ്രൈഡേ പോകും. ഓക്കെ. അപ്പം ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡൊക്കെ നല്ലായിരുന്നു. ഇവിടെ വന്നപ്പോ നമ്മള് ദുബായ്, ഇവിടെ മൊത്തം മലയാളികൾ നമുക്കിവിടെ നാട്ടിലാണ് ഫീൽ തന്നെയുള്ളൂ. എക്സാക്ട്ലി. അപ്പം നിർമ്മൽ ബ്രോയും നമ്മളെല്ലാവരും കൂടെ തിരിച്ച് പോവുകയാണ് ഹോട്ടലിലോട്ട്. അബുദാബി ഭയങ്കര പീസ്ഫുള്ളാണ് കേട്ടോ. പെട്ടെന്ന് കടകളൊക്കെ അടയ്ക്കും. നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു പരിപാടിയല്ല. പക്ഷെ ഞാൻ പറയാം, എനിക്ക് ബിൽഡിങ്ങിൻ്റെ ആർക്കിടെക്ചർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയടേ. അപ്പം എന്താണെങ്കിലും നമ്മൾ നടന്നു പോവുകയാണ്. ഈ ബൈ ഗുഡ് നൈറ്റ്. അല്ലെങ്കിൽ റൂമിൽ ചെന്നിട്ട് ഗുഡ് നൈറ്റ്. ഇതിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഈ വർക്ക്ഷോപ്പ് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്താണെങ്കിലും ഹായ്, വെൽക്കം ടു മൈ വ്ളോഗ്. ഹലോ, വെൽക്കം ടു മൈ വ്ളോഗ്. യെസ്, യു ആർ ഓൾസോ വ്ളോഗിംഗ്. രൂപേഷ് ബ്രോയിനൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പുറത്ത് ടെക് വൈസറുണ്ട്, പിന്നെ നമ്മുടെ നിർമ്മൽ ചേട്ടനുണ്ട്, ഒരുപാട് പേരുണ്ട് കേട്ടോ. സോ നമ്മളിപ്പോൾ ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്. ഇല്ല, ആ ചേട്ടനാണ് നമ്മുടെ സാറ് കേട്ടോ. ചേട്ടൻ്റെ പേര് ഡാരോൺ ബാൻഡ്രിയ അങ്ങനെ എന്തോ കേട്ടോ. താങ്ക് യു അണ്ണാ. പഠിപ്പിച്ച ഇങ്ങനെ ഫോട്ടോ എടുക്കണമെന്ന് പഠിപ്പിച്ച. ഗൈസ്, അപ്പോൾ നമ്മൾ നേരെ ലൂർവിലോട്ട് പോവുകയാണ്. പുള്ളി കുറച്ച് ഫോട്ടോഗ്രാഫി പരിപാടിയൊക്കെ പഠിപ്പിച്ചു തന്നിട്ട്. ഇതാണ് നമ്മുടെ, ഞാൻ കാണിച്ചാൽ, ഇതാണ് നമ്മുടെ ഈ പുള്ളി ഒരു കിടിലൻ ഫോട്ടോഗ്രാഫറാണ് ദുബായിലെ. ഡാരൻ എന്നാണ് പേര്. പുള്ളിയാണെന്ന് നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് പുള്ളി ഫ്രെയിമിങ്ങും കാര്യങ്ങളും പഠിപ്പിച്ചു തരും. ഈ ബസ്സിൻ്റെ സൗണ്ടിൽ എൻ്റെ സൗണ്ട് എന്തെങ്കിലും കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നമ്മൾ നേരെ പോകുന്നത് ലൂർവ് എന്ന് പറയുന്ന ആർട്ട് ഗാലറിയിലോട്ടാണ്. ലൂർവ് പാരീസ് ഉണ്ട്, അതിനുശേഷം പിന്നെ ഉള്ളത് അബുദാബിയിലാണ്. നമ്മൾ അങ്ങോട്ട് പോകുന്നു. കുറച്ച് ആർക്കിടെക്ചറൽ ഷോട്ട്സും കാര്യങ്ങളൊക്കെ എടുക്കും. പിന്നെ പുള്ളി നമ്മൾ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അത്യാവശ്യം പഠിപ്പിച്ചു തരും എന്നിങ്ങനെ ഫോട്ടോ എടുക്കണത്. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫോട്ടോ എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലിൽ. ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, അങ്ങനെ നമ്മൾ ലൂർവ് എത്തിയിരിക്കുകയാണ്. ഇതാണ് അബുദാബി ലൂർവേ. ഫ്രഞ്ചാണ്, എനിക്ക് അറിഞ്ഞൂടാ. എന്താണെങ്കിലും നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് കുറച്ച് ആർട്ട് സാധനങ്ങളാണ്. നമുക്ക് ആർട്ട് കാണാം ഗൈസ്. ലെറ്റ്സ് ഗോ സീ ആർട്ട്. Yeah. Hi. Yeah, this I have a daily vlog kind of a thing. So how do you pronounce it? This place? Lurve something. I don't know. അബുദാബി ലൂർ മ്യൂസിയത്തിൻ്റെ സീലിംഗ് കാണാൻ ഇങ്ങനെയാണ് കേട്ടോ. കൊള്ളാം, നല്ല രസമുണ്ട്. ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ആർട്ട് പരമായിട്ട് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇത് വന്നിരുന്ന് കാണാം. കുറച്ച് വേണമെങ്കിൽ കാണിച്ചു തരാം. ഇതുപോലത്തെ പാത്രം, എന്തോ ഇത് പാത്രമല്ല, എന്തോ ഒരു സാധനം. മെയിൻലി കുറേ സ്കൾപ്ചേഴ്സാണ് ഗൈസ്. അതായത് പ്രഡേറ്ററാ? അല്ല, ഈജിപ്തിൽ നിന്ന് എന്തോന്ന് കൊണ്ടുവന്ന സാധനമാണ് കേട്ടോ. ഇതൊക്കെ ഈജിപ്ഷ്യൻ, ആഫ്രിക്കൻ, അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ. ഗൈസ്, മറ്റൊരു റൂമിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അതായത് ഇവിടെ അത്യാവശ്യം സ്കൾപ്ചറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരു ചേട്ടനിക്കുന്നുണ്ട്. ഇതൊക്കെ ഏതോ കുറേ വർഷപ്പഴക്കത്തുള്ള സാധനങ്ങളാണ്. ഇതേപോലത്തെ ഒരു പ്രതിമ. ഇതൊക്കെ എന്താണെന്ന് ചോദിക്കില്ല കേട്ടോ. എന്തായാലും കൊള്ളാം. എന്താണെങ്കിലും ഇതാണ് ബിറ്റ്വീൻ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് എന്നാണ് എൻ്റെ പേര്. ഇതാണ് എൻ്റെ പേര്, ബിറ്റ്വീൻ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. ഇതാണ് മറ്റേ ചേട്ടല്ലേ, ഡേവിഡ് ആൻഡ് ഗോലിയത്ത്. അല്ല, അതുപോലത്തെ എന്തോ സാധനമാണ്. മാർബിളിൽ കുത്തിപ്പണിയാണ് കേട്ടോ. ഇതൊക്കെ മാർബിളിൽ കുത്തിപ്പണിഞ്ഞ യൂറോപ്പിൽ നിന്ന് കൊണ്ടുവന്ന എക്സിബിറ്റ്സാണ്. ഇത് ഇവിടെ കാണാം. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് സാധനം. ഇത് റോമൻ എംപയറിൽ നിന്ന് കൊണ്ടുവന്ന ഐറ്റമാണ്. ഓ മൈ ഗോഡ്. ഇതൊക്കെ ആരാണ്? എന്തായിട്ട് രണ്ട് മമ്മിയാണ്. പിന്നെ മറ്റേ ചേട്ടനെയൊക്കെ ഞാൻ എവിടെയോ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇതാരെന്ന് അറിയോ? ഇത് ക്ലിയോപാട്രയാണ്. ഞാൻ വിചാരിച്ചത് ചേട്ടനാണെന്ന്. ബട്ട് ആക്ച്വലി ഇത് പോർട്രേറ്റ് ഓഫ് ക്ലിയോപാട്രയാണ്. പണ്ട് നമ്മളിപ്പോൾ എടുക്കുന്ന പോർട്രേറ്റ് ഇല്ലേ, പണ്ട് ഇതായിരുന്നു പോർട്രേറ്റ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നതാണ് നമ്മുടെ വാലന്റൈൻസ് ഡേക്ക് വരെയുള്ള ക്യൂപ്പിഡില്ലേ, അതാണിത്.
മീൻ്റെ മണ്ടേ കയറി പോകുന്ന ക്യൂപിഡ്. ഞാൻ പറഞ്ഞല്ല, അതിൽ എഴുതിയിരിക്കണം അങ്ങനെയാണ്. ഏതൊരു കൈയില്ലാത്ത ചേട്ടായി, പുള്ളിക്കാരൻ്റെ കൈ ഇവിടെ പോയാൽ എന്തോ കേട്ടോ. അപ്പുറത്തിങ്ങനെ ബുദ്ധനാണ് കേട്ടോ, ഞാൻ വായിച്ചു വയ്യായിരുന്നു. ബുദ്ധൻ്റെ സ്റ്റാച്ചു. അങ്ങനെ മറ്റൊരു റൂമിലോട്ട് എൻട്രി ചെയ്യുകയാണ് ഗൈസ്. ഇത് അത്യാവശ്യം ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആർട്ട് ലെവറാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞാൻ ഒരിക്കൽ ഇവിടെ വന്നിട്ടുണ്ട്. വാൻഗോര പെയിൻറ്റിംഗ് ആണ്. ഇവിടെ വാൻഗോര പെയിൻറ്റിങ് ഇപ്പോൾ ഇല്ല. അതാണ് ഇപ്പോഴത്തെ ഒരു ഫേമസ്. ഏതെങ്കിലും പെയിൻറ്റിങ് കാണുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് വെർജിൻ ആൻഡ് ദ ചൈൽഡ് എന്ന് പറഞ്ഞിട്ട് എവിടെ നിന്ന് ഫ്രാൻസിൽ നമ്മുടെ വെർജിൻ മേരിയും ജീസസ് ക്രൈസ്റ്റ്, ബേബി ജീസസ്. നൈസ്. ഈ സാധനം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലേ. ഇത് അറിഞ്ഞുകൂടെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല. ഇതേതോ പള്ളിയുടെ പൊൻകുരിശാണ് കേട്ടോ. പൊൻകുരിശില്ലേ നമ്മുടെ നാട്ടിൽ, എവിടുത്തെ പൊൻകുരിശാണെന്ന് എനിക്കറിഞ്ഞൂടാ. ഇത് ഫ്രാൻസാണ് കേട്ടോ. ഫ്രാൻസിലെ ഏതോ പള്ളിയിലെ പൊന്നുകുരിശാണ് ഇരിക്കുന്നത്. അതിന് നമ്മൾ മറ്റൊരു റൂമിൽ വന്നിരിക്കുകയാണ്. ഇത് ചൈനയിൽ നിന്നാണ് കേട്ടോ, കണ്ടറിയാം, മഹാപരിചയം. പിന്നെ ഇതിവിടെ ഇതുപോലത്തെ ഇഷ്ടംപോലെ സ്കൾപ്ചേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ചൈനയിലുള്ള ആരോ കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്ന ബൗളാണ് കേട്ടോ അത്, ആരും പേടിക്കണ്ട. ഇതൊരു പഴയ ഏതോ വീട്ടിലെ കർട്ടനാണ് കേട്ടോ. കർട്ടനാണോ കാർപ്പറ്റാണോ യന്ത്രമാണ്, കാർപ്പറ്റാണെന്നാണ് തോന്നുന്നത് കേട്ടോ. അത് കാർപ്പറ്റ് ആവാനാണ് സാധ്യത. നോക്കട്ടെ, ഇതെന്തിനാണിത്? അബ്ഡക്ഷൻ ഓഫ് ദ മെയ്ഡ് ഫുള്ള് സിൽക്ക് കാർപ്പറ്റ് ആയിരിക്കും കേട്ടോ. ഇത് പന്നിയാണ്, പട്ടിയാണ്, പൂച്ചയാണ്, കടുവയാണ്, എന്താണെന്നൊരു പിടിയും കിട്ടണില്ല. ഇതൊക്കെ പഴയ കാലത്തെ ഏതോ പ്ലേറ്റടേ. ഇതെന്തിന് വയ്ക്കാനാണോ എന്തോ. ഇതിലൊക്കെയാണ് ആൾക്കാർ പണ്ട് കഴിച്ചുകൊണ്ടിരുന്നത്. കൊള്ളാമല്ലേ, നല്ല രസമുണ്ട്. ഇതാരെ പഴയ ബെൽറ്റാണ് കേട്ടോ. ബെൽറ്റ് കോളറാണ്. കോളർ ഓഫ് ദ ഓർഡർ. ഇത് കോളറാണ്. സോറി, ബെൽറ്റും അല്ല. ബെൽറ്റ് കണ്ട കോളറായിരിക്കും, കോളർ കണ്ട ബെൽറ്റ് പോലെ ഇരിക്കും. ഇതെന്തൊരു മണിയാണ്? അല്ല, മണിയല്ല, വേറെ എന്തൊരുമാണ്. ഇതൊരു പഴയ പെയിൻറ്റിങ് ആണ് കേട്ടോ. ഇത് പഴയ പുതിയ ടെസ്റ്റ്മെൻറ്റിൻ്റെ എന്തോ സാധനമാണത്, ബൈബിളിലുള്ള. സംഭവം എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അതാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഇതൊരു പഴയ മാപ്പാണ്, ലോകത്തിൻ്റെ മാപ്പാണ് ഈ കാണുന്നത്. പണ്ട് വരച്ചാണ്. അതുകൊണ്ട് നിങ്ങൾക്കത് പെർഫെക്റ്റായിട്ട് തോന്നില്ല. ബട്ട് ദിസ് ഇസ് എൻ ഓൾഡ് മാപ്പ് അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഫോൾഡിങ് സീൻ ഓഫ് വിത്ത് മാപ്പ് ഓഫ് ജപ്പാൻ ആൻഡ് ദ വേൾഡ്. ഇത് ജപ്പാൻ്റെ മാപ്പ്, ഇത് ജാപ്പനീസ് മാപ്പ്, അത് ലോക മാപ്പ്. ലോകത്തിലെ ആദ്യത്തെ ഗ്ലോബാണെന്ന് തോന്നണ്ട. ഇന്ത്യയെ കൊണ്ടുവരണ്ട, ഇന്ത്യ, അറേബ്യ തുടങ്ങിയ സ്ഥലങ്ങളുണ്ട്. എന്താണെങ്കിലും സാധനം ഗ്ലോബാണ്, ഗ്ലോബ്. ഇത് ആനക്കൊമ്പിൽ പണിഞ്ഞേക്കണാണ് കേട്ടോ. ആരും തെറ്റിദ്ധരിക്കരുത്. സാധനം രക്ഷയില്ല. നോക്കിയാണ് എൻ്റെ മോനെ. മറ്റൊരു റൂമ്, ഒരുപാട് സാധനങ്ങൾ. ഇവിടെ മെയിൻലി പെയിൻറ്റിങ്. ഇവിടെ ഒരു കോഴി ഇരിക്കണം കേട്ടോ. തള്ളേ കോഴി. പിന്നെ അതൊരു ചേട്ടൻ കുതിരപ്പുറത്തിരിക്കണം. പിന്നെ ഇതെന്തൊരു സാധനം, എന്തരാണോ എന്തോട്ടെ. കുറേ കിടിലം പ്ലേറ്റുകളുടെ മറ്റൊരു കളക്ഷൻ. കിടിലം പ്ലേറ്റ്, എൻ്റെ മോനെ കിട്ടിയില്ലേ. പിന്നെ രണ്ട് ഇവിടെ ഏതോ ചേട്ടൻ വരുന്നിരിക്കണം കേട്ടോ. ഇതൊക്കെ ആരൊക്കെയോ സ്കൾപ്ചറാണ്. പിന്നെ കുറേ പെയിൻറ്റിങ്സ്. അപ്പം ഇതൊക്കെയാണ് ഈ ലൂർവിലെ പരിപാടികൾ. നമ്മുടെ നാട്ടിൽ കത്തിയാണ് കേട്ടോ അത്. ഇത് ജാപ്പനീസാണ്, അതെനിക്കറിയാം. ഇത് ഈസ് ജാപ്പനീസ് ഹെൽമെറ്റ്. അത് നമ്മുടെ കത്തിയാവാനാണ് ചാൻസ് കൂടുതൽ. അതൊക്കെ ഇന്ത്യയാണ്. ഇന്ത്യയിൽ ടർക്കി വാള്, പിന്നെ കത്തി, കോടാലിയൊക്കെ ഉണ്ട്. അതൊന്നും സാധനം കിട്ടില്ല വെപ്പൺ. അടുത്ത ഏതെങ്കിലും അല്ലു അർജുൻ്റെ, രജനീകാന്തിൻ്റെ പടത്തിലൊക്കെ യൂസ് ചെയ്യാൻ കേട്ടോ ഈ കത്തി. വെറൈറ്റി ഐറ്റം. പിന്നെ ഇത് മറ്റേ കയ്യിൽ ഇടുന്ന സാധനം, ഡിഫെൻസ് ചെയ്യാനായിട്ട്. പിന്നെ കുറേ കൊച്ചു കത്തി. പിന്നെ ഒരു ചേട്ടൻ കുതിരപ്പുറത്തിരിക്കണം. ഇത് കിടിലം പെയിൻറ്റിങ് കേട്ടോ, കിടിലം പെയിൻറ്റിങ്. അതൊക്കെയാണ് എൻ്റെ ജാതി പെയിൻറ്റിങ് കേട്ടോ അത്. സോ ബേസിക്കലി ഇത്രയും സാധനങ്ങളേ ഉള്ളൂ. ഇനി ഞാൻ ഇതുപോലത്തെ കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ ചില സമയത്ത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പെയിൻറ്റിങ്ങും സാധനങ്ങളൊക്കെ കൊണ്ടുവരിക. അത് ചില സമയത്താണ്. അതായത് വേറെ പല മ്യൂസിയത്തിലുള്ള ഇപ്പോൾ വാൻഗോയുടെ പെയിൻറ്റിങ് ഞാൻ ഇവിടെ ഒന്ന് കണ്ടിട്ടുണ്ട്. എൻ്റെ പൊന്നോ, ഞാൻ എൻ്റെ കണ്ണ് തള്ളിയിട്ടുണ്ട് അത് കണ്ടില്ല. ഞാൻ വലിയ വാൻഗോ ആരാധകനാണ്. അപ്പം അത് കാണാൻ ഞാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് വാസ് എ ഡിഫറെൻറ്റ് ഫീലിംഗ്.
നമുക്കിഷ്ടമുള്ള ആർട്ടിസ്റ്റുകൾ മോണേരെ പെയിൻറ്റിങ്, ചില സമയത്ത് ഒരു ജാപ്പനീസ് ഒരു വലിയൊരു പെയിൻറ്റർ ഉണ്ടായിരുന്നു, പേര് ഞാൻ പറഞ്ഞത്, പുള്ളിയുടെ മറ്റേ വേവ്സ് എന്നൊക്കെ പറയുന്ന സാധനം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ സമയത്തൊക്കെ ഇവിടെ വന്ന് ഇത് കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയാണ്. സോ ബേസിക്കലി അതാണ് ലൂർവിലുള്ള പരിപാടി. ബേസിക്കലി നമ്മൾ ഇതുപോലത്തെ പെയിൻറ്റിങ്, സ്കൾപ്ചേഴ്സ് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഇവിടെ വരും. സോ നിങ്ങൾ അബുദാബിയിൽ വരുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ആർട്ട് ലവറാണെങ്കിൽ യു ക്യാൻ ചെക്ക് ദിസ് പ്ലേസ് ഔട്ട്. ഫോർ എക്സാമ്പിൾ ഈ പെയിൻറ്റിങ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്തൊരു പെയിൻറ്റിങ് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഇത് വരച്ചേക്കുന്നത് നമ്മളാണ് ക്ലോഡ് മോണെ എന്നാ എൻ്റെ ഒരു ഫേവറേറ്റ് പെയിൻറ്ററാണ്. പുള്ളിയുടെ ഒരു പെയിൻറ്റിങ്ങാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ സാധനവും ഭയങ്കര ഫേമസ് പെയിൻറ്റിംഗ് ആണ്. ദിസ് ഇസ് ബൈ ജോർജ് ബാർക്കെ. സീറ്റഡ് ന്യൂഡ് വുമൺ ഒരു ഭയങ്കര ഫേമസ് പെയിൻറ്റിംഗ് ആണ്. ദിസ് ഈസ് ഓൾസോ അനദർ ഫേമസ് പെയിൻറ്റിങ്. ഇതിൻ്റെ ആൾ തന്നെ ഇതാണ് കേട്ടോ, ഭയങ്കര ഫേമസ് സാധനമാണത്. ഇത് കണ്ട മോളിലൊരു ഐറ്റം കൊള്ളാല്ലേ. ഞാൻ ആർട്ടിനെ പുച്ഛിക്കണമല്ല, പക്ഷേ ഇതുപോലെയൊക്കെ നമുക്ക് പറ്റും, മനസ്സിലായ? ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇത് എന്തോ വലിയ പെയിൻറ്റിങ്ങാണ്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അർത്ഥം കാണുമായിരിക്കും. ഇതും നമ്മളെ കൊണ്ട് പറ്റുന്നതാണ്. ഒരു ക്യാൻവാസിൽ പെയിൻറ്റും തേച്ചിട്ട് വന്ന് കിടന്നാൽ മതി. സംഭവം ആണും പെണ്ണും ആണെന്നാണ് എൻ്റെ ഒരു പരമായ സംശയം. ഞാൻ പിന്നെയും ആർട്ടിനെ മോശം പറയണമല്ല, പക്ഷേ നീല ക്യാൻവാസിൽ വെള്ളം അടിക്കാൻ എനിക്കും അറിയാം. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. സംഭവം രസമുണ്ട്. ഇങ്ങനെ നിരത്തി വെച്ചേക്കണ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ. അങ്ങനെ ലഞ്ച് കഴിക്കാനായിട്ട് ഏതോ പാട്ടുള്ള കോപ്പിറൈറ്റ് അടിക്കുന്ന ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഇവിടെ ഇതേപോലത്തെ സാൻഡ്വിച്ച്, വെട്ടി വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ്, കൊക്കക്കോള, സ്പ്രൈറ്റ്, വെള്ളം തുടങ്ങിയ സാധനങ്ങൾ കിട്ടുന്നതായിരിക്കും. നൈസ് റെസ്റ്റോറൻറ്റ് കേട്ടോ. അതായത് ഞാൻ മൂടി പിടിച്ച് വീണാനാ. ഇതേപോലത്തെ മനോഹരമായ വ്യൂ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് ഫുഡ് അടിക്കാം. കുറേ പേര് ഇവിടെ വന്നിരിപ്പുണ്ട്. ഹൈ ഗൈസ്. അപ്പോൾ വാട്ട് എ വ്യൂ. ലഞ്ച് വെച്ചിട്ട് വരാം. അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തിരിക്കുകയാണ്. ഞാനൊരു ബർഗർ ഓർഡർ ചെയ്തത്, വാഗ്യൂ ബർഗർ. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ചിക്കൻ അങ്ങനെയൊക്കെ സാധനങ്ങൾ. ഫുഡ് വരട്ടെ ഗൈസ്. സന്ദീപ് സ്ക്യൂസ് ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് അടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. പക്ഷെ നമ്മൾ വിടൂല, നമ്മളും കഴിക്കും. ഒന്നും ചേറിയില്ല. അവിടെ ഒരാൾ ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ് ഗൈസ്, വിങ്സിന്. ഗൈസ് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. ഫുഡ് ബർഗർ കഴിച്ചടേ, കൊള്ളായിരുന്നു, നല്ലായിരുന്നു. ഭയങ്കര സംഭവം ഒന്നും പറയാനൊന്നുമില്ല. ഇറ്റ് വാസ് നല്ല ക്വാളിറ്റിയുള്ള ബർഗർ. ബ്രിയോഷ് ബ്രെഡിൽ യമ്മിയായിരുന്നു. പിന്നെ ചിലവരൊക്കെ എന്തൊക്കെയോ കഴിച്ച്, മറ്റേ എന്തോന്നു ചിക്കൻ വിങ്സ് വിച്ച് വാസ് ഓൾസോ നൈസ്. പിന്നെ ഒരു കമ്പിൽ കോർത്ത ആ സാധനം, അത് നല്ലതായിരുന്നു. ബർഗർ വലുതായിട്ടൊന്നും പറയാനൊന്നുമില്ല. ഇറ്റ് വാസ് നൈസ്. അപ്പോൾ എന്താണ് ഇത് ഭയങ്കര എക്സ്പെൻസീവാണ് കേട്ടോ ഇവിടെ. 10, 100, 195 ആ ഒരു പ്രൈസ് റേഞ്ചാണ്. അപ്പോൾ അതൊന്ന് മനസ്സിൽ വെച്ചേക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ കുറേ നേരമായിട്ടേ ഈ പാർക്കിൽ സ്പീക്കർ നോക്കിക്കൊണ്ട് നടക്കുക. അതായിരിക്കണം സ്പീക്കർ, ബോസിൻ്റെ സ്പീക്കർ കുഴിച്ച് വെച്ചേക്കുന്നു. എന്തൊരു ക്വാളിറ്റിയുടെ നിങ്ങൾക്കത്, അതായത് ഇത്രയും ഓപ്പൺ ഏരിയയിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കേൾക്കണം. ഒരു കിട്ടിയ സ്പീക്കർ എടുത്ത് അവിടെ വെച്ചേക്കണം. ഇവിടെ അവിടെ ആയിട്ടൊക്കെ പൂഴ്ത്തി വെച്ചിട്ടുണ്ട്. ഇത് രസമെന്ന് അറിയുമോ പാർക്കിൽ ഇരിക്കുമ്പോൾ ഈ പാട്ടൊക്കെ കേട്ടിരിക്കാൻ. അങ്ങനെ കൂടെ വന്നവരൊക്കെ കയാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തഴഞ്ഞു നടക്കുകയാണ് ഗൈസ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കയാക്കിങ് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനൊക്കെ പൈസ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞു കേട്ടോ, ഡീറ്റെയിൽ അറിഞ്ഞു. പക്ഷെ നല്ല വെള്ളം, നല്ല പച്ചയായിട്ടുള്ള വെള്ളം, ഇങ്ങനെ തുഴഞ്ഞു നടക്കാം. ഞാൻ എന്തൊന്നും പോയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വെള്ളം പറ്റില്ല, അതുകൊണ്ടാണ് பார்த்தത്. എന്താണെങ്കിലും നൈസ്. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ഷേഖ് സായിദ് മ്യൂസിയം, യെസ്, അങ്ങോട്ട് പോകണം. അതിനുശേഷം മോസ്ക്, ഗ്രാൻഡ് മോസ്ക്. ഇത്രയും സാധനങ്ങളാണെന്നുള്ളത്. നാളെ അലീൻ സൂ, കുറേ കരടിയും വെള്ള സിംഹത്തിനെയൊക്കെ കാണാം. എന്താണെങ്കിലും നല്ല സുഖം, പാട്ടൊക്കെ കേട്ടിങ്ങനെ ചില്ല് ചെയ്തിരിക്കുക. ഹേ ഗൈസ്, അപ്പം നമ്മൾ ഷേഖ് സായിദ് മ്യൂസിയത്തിലോട്ട് പോകുന്നില്ല, നേരെ ഷേഖ് സായിദ് മോസ്കിലോട്ടാണ് പോകണം. ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട്. അപ്പോൾ നമ്മൾ നേരെ അവിടെ പോയിട്ട് സൺസെറ്റും
പള്ളിയും അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഫോൺ അത്യാവശ്യം കൊള്ളാം കേട്ടോ. ഇത് ആണ് ഫോൺ. നമ്മൾ ദുബായിൽ ഇത് റിലീസ് ഉണ്ടായിരിക്കും. നല്ല ക്യാമറയും അത്യാവശ്യം നല്ല ഒരു ഫോൺ തന്നെയാണ് കേട്ടോ. റെഡ്മി നോട്ട് 15 Pro Plus. അപ്പോൾ എന്താണെങ്കിലും ഓഫ് ടു വി ഗോ ടു ദി ഗ്രാൻഡ് മോസ്ക്. നാളെ അലി. അങ്ങനെ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം ഗ്രാൻഡ് മോസ്കിൽ വന്നിരിക്കുകയാണ് ഗൈസ്. അത് ഒരു ഇമ്പാക്റ്റ് കാണിച്ചു തരാം, എന്നാലേ രസമുള്ളൂ. അപ്പോൾ നമ്മളെന്തായാലും വൈകുന്നേരം എത്തായിരുന്നതാണ്. വാടി 6 മണിയായി എത്തിയപ്പോൾ. 6 എത്ര മണിയായി? 6:05. അപ്പോൾ എന്താണെങ്കിലും ഏതൊരു സൂക്കുണ്ട്. സൂക്കിന് ശേഷം നമ്മൾ ഗ്രാൻഡ് മോസ്കിലോട്ട് എൻ്റർ ചെയ്യുന്നതായിരിക്കും. സോ ഗ്രാൻഡ് മോസ്ക് സൂക്കിൻ്റെ താഴെ മോളാണ്. ഇതിൻ്റെ പേര് സൂക്ക് എന്നാണ് അവർ ഇട്ടേക്കണത്. പക്ഷേ അതാണ്ട് ഹാഗൻഡാസ്, പിങ്സ്ബെറി, ഇത് സൂക്കല്ല, ഇത് മോള്. ഇതിനെ മോളെന്ന് പറയും. എന്താണെങ്കിലും അവൻ ഇടിച്ചിട്ടേനെ. ആടിപ്പൊളി സെറ്റപ്പ് കേട്ടാ. കിങ്ഡം അക്കാഡമി കൊള്ളാലോ. ഹൈ ടോയ്സ് ആൻഡ് മോർ. ലിറ്ററലി സ്പീക്കിംഗ് സൂക്കല്ല, ഇത് മോളാണ്. പക്ഷെ പേര് സൂക്കാണ്, അത്രേ ഉള്ളൂ. വേറെ പ്രശ്നം, വേറെ മാറ്റമൊന്നും. ഗൈസ് ഇത് കണ്ടോ, നല്ല ടീറക്സ് ഉണ്ടെങ്കിൽ അണ്ണ എന്താണ് ഈ കടയിൽ കൊള്ളാൻ ഐറ്റം. ഇത് ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. നൈസ്. പൊളി വൈബ്സ്. ഗൈസ് ഇതാണ് ഡാരൻ. Darren's an amazing photographer. Wait, I have to get my best angle. The camera, the photographer is shy, guys. Yeah, exactly. You have to always get a good face. But that's the thing, photographers don't necessarily like pictures. Yeah. Even my brother is a photographer, so he's same. Yeah, he's trying to become a vlogger, but he's doing pretty good at it. You wanna hide. But like I said, one of the most talented photographers I've seen in Dubai. Thank you so much. And I'm so happy that he's giving some of his knowledge to us also. I'm truly honored. Thank you so much. It's been a pleasure being with them. Thank you. പക്ഷേ കിടില മനുഷ്യൻ കേട്ടാ. ഞാൻ പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഇട്ടേക്കാം. ഫീൽ ഫ്രീ ടു ചെക്ക് ഇറ്റ് ഔട്ട്. ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഇൻസൈൻ. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ഏതോ ഒരു കടയിൽ വന്നടേ. ഇവിടെ തായ്, ചൈനീസ്, സീ ഫുഡ് അങ്ങനെയൊക്കെ കിട്ടുന്ന ഒരു കടയാണ്. ഒന്നുമില്ല, ഫുഡ് കഴിക്കാൻ നേരെ പോകാൻ കിടന്നുറങ്ങാം. ദാറ്റ് ഈസ് ദ ഹോൾ പോയിന്റ്. അപ്പോൾ അങ്ങനെ സ്ഥലം കാണിച്ചത്. ഇതാണ് സ്ഥലം. അബുദാബിയിൽ ഏതോ ഒരു റെസ്റ്റോറൻറ്റ്, എവിടെ എനിക്കറിയില്ല. So these girls will go on the app. ഇതാണ് And they'll swipe. Then you guys will go out on a date. Nice. Oh, that happens in Bangalore. This happens all the time. Oh really? Yeah. What kind of planet? Yeah. They order drinks. As soon as they enter the restaurant, they start ordering shots. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച്. ഇവിടുത്തെ ഫ്രൈഡ് റൈസ് അടിപൊളിയായിരുന്നു കേട്ടോ. അത് ഞാൻ റിവ്യൂ ഇട്ടില്ല, പക്ഷെ കിടിലം ഫ്രൈഡ് റൈസും കിടിലം ബീഫ് ചില്ലിയും ഒരു രക്ഷയില്ല. വണ്ടാരം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്താണ് നമ്മൾ ഇതും കഴിഞ്ഞിട്ട് നേരെ അവിടെ എന്തോ ഫുട്ബോൾ കളിക്കണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോവാം. വി ആർ ദ ഗോയിങ് ആൻഡ് സ്ലീപ്പിംഗ്. നാളെ അലൈൻ. ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. അങ്ങനെ അലൈൻ എത്തിയിരിക്കുകയാണ്, അലൈൻ സൂ. സോ കുറച്ച് ജീവികളുടെ ഫോട്ടോ എടുത്തിട്ട് നമ്മളിവിടെ നേരെ ദുബായിലോട്ട് പോവുകയാണ്. അവിടെ നിന്ന് ഞാൻ നേരെ എൻ്റെ വീട്ടിൽ പോകാം. സോ ദാറ്റ് ഇസ് ദ ഹോൾ ഐഡിയ. അലൈൻ സൂ കണ്ടിട്ടില്ലാത്തവർക്ക് ഈ വീഡിയോ ഒരു വളരെ പുതുമയായിരിക്കും, അല്ലാത്തവർക്ക് ഇത് പഴമയായിരിക്കും. പിന്നെ എൻ്റേതായ രീതിയിൽ അലൈൻ സൂ കാണാം, അതാണ് സംഭവം. ഞാൻ ഫ്രണ്ട് കാണിച്ചത് കേട്ടോ. ഇതാണ് അലൈൻ സൂ. നോക്കണ്ട, അലൈൻ സൂ എന്നൊക്കെ എഴുതിയിരിക്കുന്നുണ്ടോ. അങ്ങനെ ആദ്യത്തെ മൃഗത്തിനെ കണ്ടെത്തിയിരിക്കുകയാണ്. ഇതാണ് ഗിസേൽ. ഇത് ഗിസേലാണ് കേട്ടോ.
മനോഹരമായ കിസലുകൾ ഇങ്ങനെ വാലക്കാട്ടി ഫുഡൊക്കെ അടിച്ച് ഇങ്ങനെ ചില്ല് ചെയ്തെന്തിരിക്കുകയാണ്. കൊള്ളാം. അങ്ങനെ നേരാവണ്ണം അവനെ കാണാൻ പറ്റിയേട്ടാ. കൊള്ളാം. ചില്ലി അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് ഇവരും ഹാപ്പി ആയിരിക്കും. വെരി നൈസ്. അപ്പോൾ നമ്മൾ മെയിൻലി ഇവിടെ വന്നത് ഈ ഫോണിൽ ഫോട്ടോ എടുക്കാനാണ്. അത്യാവശ്യം കൊള്ളാം. പക്ഷേ ടെലിഫോട്ടോ ഇല്ലാത്തതുകൊണ്ടേ സൂം ഇല്ലാത്തതിൻ്റെ ഒരു ചെറിയ പ്രശ്നമാണ്. ബട്ട് ലെറ്റ്സ് ട്രാവൽ അലൈൻസു. ഇങ്ങനെ ഓടി നടന്ന് അലൈൻസു കാണാം. 3 മൈല അല്ല 2 മൈല. വരണ വഴിക്ക് ഒരു ചീറ്റയെ കണ്ടു. അപ്പോൾ നമ്മൾ നേരെ ചീറ്റയെ കാണാൻ വേണ്ടി പോകണം. ലെറ്റ്സ് ഗോ ഫൈൻഡ് ദ ചീറ്റ. ഈ ചീറ്റ ഭയങ്കര ഇഷ്ടമാണ്. പൂച്ചയെ പോലെയാണ്. അവിടെ ചെന്നാൽ അതി പൂച്ചയെന്ന് പറഞ്ഞത് അടിച്ച് കോടായി വന്നാലും എന്തിനാണെങ്കിലും ചീറ്റയെ പോയി കണ്ടിട്ടോ. അവരൊക്കെ എങ്ങോട്ട് പോകണം, നമ്മൾ അവരെ ഫോളോ ചെയ്യുന്നു. ലെറ്റ്സ് ഫുള്ളെത്തും. ഇവിടെ നടന്നു പ്രാണിക്കണം. ചീറ്റയാണ് ഇവിടെ ചില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല ടയർഡായിട്ട് ഇവിടെ കിടക്കുകയാണ്. ഹേ ഗൈസ്, അങ്ങനെ സൂ കാണാൻ വന്ന് നമ്മൾ നേരെ അവിടെ സൂ കണ്ടില്ല. ഒന്ന് ഷൗമിയുടെ ഒരു ഇവൻ്റ് ഉണ്ട് ദുബൈയിൽ, അവിടം വരെ എത്തണം. അത് ഇപ്പം 3 മണിക്ക് തുടങ്ങിയാൽ 5:30ക്കുള്ള ഇവൻറ്റിന് എത്തത്തുള്ളൂ. ബിക്കോസ് ഈ ദുബായ് ഈ ഹൈവേ ഉണ്ടല്ലോ, UAE ഹൈവേയിൽ ബസ്സിന് 80 km/h പോകാൻ പറ്റുള്ളൂ. 160 ഒന്നും പറ്റില്ല. അപ്പോൾ എങ്ങനെ പോലും ട്രാവലിംഗ് 2-2.5 മണിക്കൂർ എടുക്കും. അപ്പം സമയം കളയാതെ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ ഒന്നുമില്ല. ചീറ്റ, കരടി, ഗൊറില്ല, ടൈഗർ, ലയൺ ഇല്ല കേട്ടോ, ടൈഗർ അങ്ങനത്തെ ടീമുകളൊക്കെയാണുള്ളത്. പറഞ്ഞവർക്ക് വരെ കണ്ടിട്ട് പോവാം. അപ്പോൾ എന്തിനാണെങ്കിലും ഇതാണ് സംഭവം. അങ്ങനെ നീണ്ട അലൈൻ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഫൈനലി ഷൗമിയുടെ ഇവൻറ്റിൽ വന്ന് നിൽക്കുകയാണ്. ആൻഡ് ഇന്ന് ഇതോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരെ വീട്ടിൽ പോകുന്നു, കിടന്നുറങ്ങുന്നു. ഇപ്പോൾ തന്നെ എനിക്ക് തൊണ്ട വയ്യ. വെതറും AC-യും ട്രാവലിങ്ങും എന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പോൾ ഞാൻ കുറച്ച് അതെ ഒന്നുമില്ല. ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചു തന്ന ഫോണ് ഇവിടെ ലോഞ്ച് ചെയ്യാൻ പോകണം, അത്രേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. സോ ലെറ്റ്സ് സീ. ഇതാണ് കേട്ടോ നമ്മുടെ ഇവൻ്റ് നടക്കുന്ന സ്ഥലവും. നമ്മുടെ ഇവനൊക്കെ അവിടെ നിന്നപ്പോണ്ട്, സ്ഥലം വന്നിരിപ്പുണ്ട്. ഇവിടെ അറബി ആൻഡ് മലയാളി അഹമ്മദ് അതുകൊണ്ട് ഇവിടെ Redmi Note 15 Pro 5G. മലയാളം പറയുന്നത് Let's start with design costs. So attach the eye. Of course, you guys want to buy a phone that's pretty, that's handsome, that's good to look. So Redmi Note 15 Pro Plus 5G design is actually all about being symmetrical and having beautiful aesthetics. So take our floating volcanic deco for example. It rises seamlessly from the body, enhancing the camera experience while reflecting a balance in design. And as for viewing experience, we have an all-around liquid display that is fluid, immersive, with stunning visuals and amazing in-hand feel. And to further improve our look and feel in this generation, we've added PU vegan leather for our IP69K. You can put it in ice, you can put it in hot water. It's built like a tank. 55 degrees Celsius. 55 degrees Celsius. Oh, okay. Now I'm going to take the phone out. Oh, actually hot. And it still works. Hey, bully. And that's cold. This feels like a recovery session, you know, the cold ice bath. Okay. ഫോൺ ഇസ് സൂപ്പർ ഡ്യൂറബിൾ. ഈ ഫോണാണ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചത്. മോക്ക മറ്റേ പ്രോ പ്ലസ് മോക്ക എന്തിനായിരുന്നു എന്താണ് കാപ്പിപ്പൊടി കളർ അത് തന്നെ. ഇത് പ്രോ പ്ലസ് തന്നെ ബ്ലാക്ക്. ദിസ് ഇസ് ദ ബ്ലാക്ക് കളർ. വെൻ വി ഹാവ് പ്രോ പ്ലസ് ഇൻ ദിസ് ഇസ് പ്രോ ഇൻ എന്ത് കളർ I don't know the color, but it looks very nice. കുറച്ചും കൂടെ ഒരു സിൽവർ മെറ്റാലിക് പരിപാടിയാണ് പറഞ്ഞത്. Then we have another Pro Plus which is black. ഇത് പക്ക ബ്ലാക്ക് കളറാണ് കേട്ടോ Pro Plus.
ഇതറിയാല്ലേ, ഈ സാധനം നമ്മളതിലുണ്ട്. മുട്ടായിട്ടാണ് കേട്ടോ. ഓപ്പൺ ഇയറിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആണിത്. ഇത് വന്ന് ഇത് സാധാ 15 Pro ബ്ലൂ കളർ. ഇത് കിട്ടില്ല കളർ കേട്ടോ, മെറ്റാലിക് ബ്ലൂ കിട്ടില്ല കളർ. ഇതൊരു മറ്റേ സ്പീക്കർ വരുന്ന കണ്ണാടിയാണ്, മജാന്ന് അങ്ങനെ എന്താ, പക്ഷെ നല്ല സ്ലിം ആയിട്ടുള്ള ഇത് കേട്ടോ. ഈ കമ്പുണ്ടല്ലോ, നല്ല സ്ലിമ്മാണ് കമ്പ്. മറ്റാണ് സ്പീക്കറുള്ള കണ്ണാടി, അതാണ് സാധനം. ഇത് റെഡ്മി നോട്ട് 15 ആണ്. നമുക്ക് സ്പെക്ക് ഇതൊക്കെയാണ് വരുന്നത്. അവിടെ ഈ ഓടെ കിടിലം കളറിടാ. ഒരുമാതിരത്തെ ഒരു പച്ച, ഇന്ന ഒരു വെള്ള. ഇത് കൊള്ളാം. ഇതിൻ്റെ കളർ തന്നെയല്ലേ, കൊള്ളാം. ഇത് നല്ല സാധനമാണ്. ബാൻഡിങ്, ഷൗമിയുടെ ബാൻഡിങ് കിടക്ക് സാധനമാണ്. കിടക്ക് സാധനം, ഷൗമി ബാൻഡ്. ഇത് റെഡ്മി 15 പർപ്പിളാണോ ബ്ലൂ ആണ് കളർ. അഗൈൻ മെറ്റാലിക് ബ്ലൂ, നോട്ട് 15. ഓ, ലുക്സ് വെരി നൈസ്. നല്ല രസമാണ്. ഇന്ന് ഫോൺ പൊട്ടിക്കും, അല്ലെങ്കിൽ ആ ബാറ്ററി ബൾജാവും, എന്ത് സംഭവിക്കാം. എല്ലാവരും കൂടെ വന്നിരുന്ന് ആഞ്ഞടിയണം. കണ്ട അവിടെ ഒരു മയമുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ബീറ്റ് അടിക്കണമായിരുന്നു. ബീറ്റ് ദുബായ് ഇവന്റുകളിൽ മാത്രം കണ്ടുവരുന്ന എൻ്റെ സ്വന്തം ബ്രദർ. How are you, man? Namaskaram, Cheta. I hope you're doing well. Good, sir. How are you? How's the phone? Phone is good. I've had it for a day now. Yeah. What I like is the fact that they are looking long term. That's what I like a lot. Yes. I like the fact that they are looking at the idea that, okay, if you buy this phone, it's affordable, it's durable, it'll last long, and that 6-year battery thing was really nice. Yeah. That was nice. That was And tough definitely also. They're like literally pushing that a lot. They are. And the tough thing is good, right? I think because that was one of the biggest reasons that people were changing phones. Yeah. Without that, it's not bad. How's life? Good, alhamdulillah. Alhamdulillah, moving along. And I wanted to come for the Huawei, man. I missed. It's okay. Another one will come. Yeah. നമ്മളൊന്ന് സംസാരിച്ചിട്ടില്ല. Bye.